നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ 20 ലക്ഷം പിഴയും വിധിച്ചു. പിഴ നൽകിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് ശിക്ഷയും അനുഭവിക്കണം. അപൂർവമായ കേസിൽ പ്രതിക്ക് മാനസാന്തരമുണ്ടാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ശിക്ഷാവിധി. വിധിയിൽ സന്തോഷമുണ്ടെന്നും പോത്തുണ്ടിയിലേക്ക് ഇനി പോകില്ലെന്നും സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോവാം. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കും. പ്രോസിക്യൂഷന്റെ പ്രതികരണം കൂടി. പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചതാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. കേരള സമൂഹത്തിന് നെട്ടിച്ച വാദങ്ങളായിരുന്നു അത് അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്കൊരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ളതടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്നും വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കേരളം കാത്തിരുന്ന വിധി, നരാധമനെ തൂക്കുകയർ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, കേരളത്തെ തന്നെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നാണ് നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഇന്നും കോടതിയിൽ നമുക്ക് ചെന്താമരയെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഈ വിധി കേട്ടതിന് ശേഷം കോടതി വരാന്തയിലിരിക്കുന്ന ചെന്താമരയുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ചെന്താമര ഇന്നും കോടതിയിൽ കണ്ടത് എന്നുള്ളതാണ്. ഏതായാലും കോടതി വിധിയിലെ സുപ്രധാന ഭാഗങ്ങൾ ഇത്തരത്തിലാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, ഒറ്റപ്പെട്ട ജീവിതങ്ങൾ കൂടുന്നു, ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നു. അതുപോലെ പ്രതി മാനസാന്തരപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ഈ കേസിൽ വധശിക്ഷയിലേക്ക് കോടതി എത്തിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ്. പ്രതി മാനസാന്തരപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി വിഷം കഴിച്ചു എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിന് തെളിവുകളില്ല. പ്രതിക്ക് മാനസികമായ തകരാറുകളില്ല എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. കൊലക്കുറ്റം തെളിഞ്ഞതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുകയാണ്. വഴി തടഞ്ഞു നിർത്തിയതിന് 1 മാസത്തെ ജയിൽവാസം നൽകുന്നതായിട്ടും കോടതി പറയുകയുണ്ടായി. കൊലപാതകം പ്രതി തുടർച്ചയായി ന്യായീകരിച്ചു. പ്രതി കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതി ഇട്ടിരുന്നതായും ഈ കോടതി വിധിയിൽ പറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി പറയുകയും 20 ലക്ഷം രൂപ പിഴയായി നൽകണമെന്നും പറയുകയുണ്ടായി. പ്രതിയുടെ വീട് ഭാര്യയുടെ പേരിലായതിനാൽ ഈ പിഴത്തുക നൽകാൻ സർക്കാർ സഹായം നൽകണം. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും കോടതി പറഞ്ഞു. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾക്ക് സംരക്ഷണം ഒരുക്കണം, ഇളയ മകൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജോലി നൽകണമെന്നുൾപ്പെടെ കോടതി പറഞ്ഞു. ഒപ്പം തന്നെ പ്രതി പരോളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ സാക്ഷികൾക്കും ഇരകൾക്കും സുരക്ഷ ഉറപ്പാക്കണം. 58 ദിവസം കൊണ്ട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള പോലീസിനെ കോടതി അഭിനന്ദിക്കുക ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും അതിനിർണായകമായ ഈ ഒരു നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം തുടക്കം മുതൽ തന്നെ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളാണെങ്കിലും അതുപോലെ പ്രോസിക്യൂഷൻ ആണെങ്കിലും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിലാണ്. ആ ആവശ്യങ്ങൾ ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം ഈ നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ പല ഘട്ടങ്ങളിലും ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ഈ വധശിക്ഷയിൽ ഇളവ് ലഭിക്കുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കാരണം മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ പ്രതിക്ക് കുറ്റബോധമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതി പറഞ്ഞ കാര്യങ്ങൾ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇളവ് ലഭിക്കുന്നതിന് ഉണ്ടാവുമോ? അതുപോലെ തന്നെ 62 വയസ്സാണ് ചെന്താമരയുടെ പ്രായം. ആ ഘട്ടത്തിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിക്കാതിരിക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് അതിനിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നു. പ്രതിക്ക് വധശിക്ഷ തന്നെയാണെന്നുള്ളത് കോടതി വിധിച്ചിരിക്കുന്നു. 2025 ജനുവരി 27-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ
പ്രതികളിലെ 2 പേരെ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ഈ ചെന്താമര ഈ കൊലപ്പെടുത്തിയത്. കൊടും ക്രൂരതയിലാണ് ചെന്താമരയ്ക്ക് ശിക്ഷ വിധിച്ചത്. കേരളം കാത്തിരുന്ന വിധി, കേരളം ആഗ്രഹിച്ച വിധി. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.